അസലായി. തനിക്ക് ടോം പെരുമാറിയോ? തിളച്ച സാമ്പാർ വീണതാ. പാചകമാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ. തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ ആരെടുത്ത് തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം വേണ്ട. എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ. എന്റെ കർത്താവേ. നമ്മുടെ അഗസ്റ്റനല്ലേടോ നൂലോട്ട് നിൽക്കണത്? അതെ അതെ, അവൻ തന്നെ. വാ. മോനെ ഔസ്ഞ്ഞൂട്ടി, അരഞ്ഞാണ് ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ? അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ. പിന്നെ ഞമ്മളല്ല തള്ളിയത്. നീയല്ലേ? ഞമ്മളായിരിക്കും. അവനാ തള്ളിയത്. അഗസ്റ്റിൻ. അഗസ്റ്റിൻ അവരോടെ അവൻ പോയി. പുറത്തേക്കല്ല, അകത്തേക്ക് പോയി. അല്ലാ, ഇതൊന്നും നിസ്കാര പള്ളിയാ. ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസാണെന്തോ. എഞ്ചിൻ ഞാൻ കാണാൻ കൊണ്ട് പറയണ്ട. അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്ക്, നമ്മളിവിടെ ഇരിക്കാൻ. അല്ലാ, പുലിയാണ് മോനെ. വരേ പുലി. പെറ്റുകിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എഞ്ചിൻ ഞാൻ കൊട്ടാരത്തിലെ പുലി. കൊട്ടാരമല്ലേ, പുലിയെ വളർത്തുന്നുണ്ടാവും. ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത്? അറാമ്പർ പാലിക്കരുത്. വീട്ടിനകത്താണ് പുലിയെ വളർത്തുന്നത്. പുലിയാ? പുലി ഇറക്കം പ്രസവിച്ചത്. നീ എന്താ പുലി കളിക്കുന്നു? ഇന്ന് വരെ അന്യജാതിക്കാരി കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയിട്ടില്ല. കടക്കാൻ പുറത്ത്. ഓ, നമ്മള് മാത്രം ഇപ്പൊ അന്യജാതിയായി പോയി. ഈ നായിന്റെ പൂണൂലിട്ട് നടക്കുന്ന കുറ്റമല്ല. ഇവൻ ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ, നസ്രാണി പൂണൂലിട്ട ബ്രാഹ്മണനാവെങ്കിൽ ഒരു 3-4 പൂണ് ഞങ്ങൾക്കുണ്ടാ. ഞങ്ങളിവിടാ. എന്റെ പേര് ബീരാ കുട്ടിന്നാ, ഗോവിന്ദ കുട്ടിന്നാ, നാരായണ കുട്ടിന്നാ, എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഞമ്മക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാണി നമ്മൾ വിടൂല. എടാ, ഇവൻ ക്രിസ്ത്യാനിയാണോ? എന്റെ ഈശ്വര, എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മതസൗഹാർദ്ദ സമ്മേളനം നടക്കുകയാണോ? പറയടാ, ഇതിന്റെ ജാതിയടാ? ബ്രാഹ്മണൻ. സത്യം പറയടാ. കർത്താവാണ് ബ്രാഹ്മണ. സത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ കയറിയതാണ് കുറ്റം. ഇവിടെ പൂജ. ഹായ്, എന്താ ഇത്? ഉണ്ണികൃഷ്ണ, ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണന്റെ ആരാ? ക്രിസ്ത്യാനിയോ? നാം എന്താ ഉണ്ണികൃഷ്ണ ഫ്രണ്ടായത്? അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ടിന് 2 അർത്ഥമുണ്ടേ. അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് പറയായിരുന്നില്ലേ? ഓ, ഞാനത് മറന്നു. എന്നാ ഇപ്പൊ പറഞ്ഞേ? FRONT. കറക്റ്റ് ആണല്ലോ. പിന്നെന്താ കുഴപ്പം? മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങൾ തമ്മിലില്ല. ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ എന്തൊരു മണ്ടനാണ്. സുലൈമാനി. ഞങ്ങളുടെ നാട്ടിലെ കട്ടൻ ചായക്ക് സുലൈമാനി എന്നാ പറയണേ. ഒരു കട്ടൻ ചായ പോയിട്ട് ഒരു തുള്ളി പച്ചോളം പോലും നിനക്കൊന്നും കിട്ടില്ല. എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ ആ സ്ത്രീകരം? വേഷം മാറി ഞങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോടാ. തൊട്ട് പോകരുത്. നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവനെ തല്ലിച്ചതക്കുന്ന നായിന്റെ മക്കളായാലും നമ്മൾ അനുവദിക്കില്ല. പൂണൂൽ ഊരി കളഞ്ഞിട്ട് വാടാ. ഞമ്മക്കൊണ്ട് ബഹ്റ പോലൊരു വീട്, ഹിന്ദുവിനും നസ്രാണിക്കും കേറാൻ പാടില്ലാതെ എഴുതി വെക്കാത്ത വീട്, മനുഷ്യന്മാര് താമസിക്കുന്ന വീട്. വാടാ. ഗോവിന്ദട്ടാ, രക്ഷപ്പെടാൻ പ്രയോഗിച്ച അടവാണെങ്കിലും പാവം അവൻ ഒരുപാട് തല്ലുകൊണ്ടു അല്ലേ? ആ സമയത്ത് അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ? അല്ല, അവൻ എന്റെ അവസ്ഥ മനസ്സിലാവും. ചേട്ടനെന്താ ആലോചിക്കണേ? അവന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചു പോയതാ. ഈ നിലയ്ക്ക് പോയാൽ അതിലും പരിതാപകരമായിരിക്കും എന്റെ സ്ഥിതി. എനിക്ക് പേടിയാവണു. ചേട്ടൻ എന്തിനാ പേടിക്കണേ? എല്ലാത്തിനും ഞാനില്ല ചേട്ടൻ്റെ കൂടെ. അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ. നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി, എന്റെ ഈശ്വര. ചേട്ടൻ എപ്പോഴും എന്നെ യുവദാസായിട്ട് കാണരുത്. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? 2 വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല. അതെ, 2 വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല. പിന്നെ ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കട്ടെ. എന്നിട്ട് പറഞ്ഞെടുത്ത് വെച്ച് കാണാം. ഇതെവിടെ പോവാ? കാറാ, എന്തിനാ പേടിക്കണേ? നമ്മളെന്തിനാ പേടിക്കണേ? നിന്റെ വാപ്പ.
നിന്റെ ബാപ്പാന്ന്. ബാപ്പ മാത്രല്ല ഉമ്മ. ഇവനെന്താ അവിടെ? അറിയില്ല. അല്ലാ, അബ്ദുള്ള. സുലൈമാനെ വിളിക്കുന്നു, ചെല്ലടാ. എന്നെ കൊലക്കി കൊടുക്കുന്നത് ചെല്ലടാ. നീ എന്താ അവിടെ? ചോദിച്ചത് കേട്ടില്ലേ? അത് ഞങ്ങള് പറഞ്ഞിട്ടാ ഓൻ അവിടെ നിക്കണത്. അബ്ദു, അവര് സുപ്രീം കോടതിയിൽ കേസിന് പോവാ. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അവൻ വേഷം പറയാൻ അവിടെ നിൽക്കാ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ സംസാരിച്ച ഓ ഞമ്മടെ ആളാണെന്നുള്ള കാര്യം അവരറിയും. നിങ്ങൾ എന്താണ് ഈ പറയണേ? അവനെന്താ അവിടെ? ആര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണീഷ്ണ. അത് ഉണ്ണികൃഷ്ണ. ഉണ്ണികൃഷ്ണനോ? വെറുതെ അവൻ ആ പേരിലെ ചാറായ്പ നടത്തണം. ഉണ്ണികൃഷ്ണ പറഞ്ഞ പോലെ ഉണ്ണീഷ്ണൻ തന്നെയാണല്ലോ. തനിക്ക് എന്താ അവിടെ കാര്യം? ഞാൻ വെറുതെ ആരാവരെ കുഴപ്പാവും. വരൂ. അയാൾ എന്താ പറഞ്ഞത്? വെറുതെ ഒക്കെ നമ്മുടെ സുലൈമാന്റെ ഒരു നമ്പരാ. ഞാൻ പറഞ്ഞു കൊടുത്ത നമ്പറാ. കല്യാണ ദിവസം ഓൻ വിളിച്ചു പറയും ഓ സുലൈമാൻ കുട്ടിയാണെന്ന്. അപ്പൊ അവര് നിർത്ത്. മണ്ടനല്ല ഞാൻ. സുലൈമാൻ ഇന്നിവിടെ എത്തണം. ഇവനെന്താ മതിലുമേ കൂടി എഴണത്? ഇത് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം. കിരീടവും ചെങ്കോലും നാളത്തേക്കാക്കാം. ബാപ്പയുടെ അടുത്ത് വരാൻ നിനക്ക് പാതിരാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തേ? ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ശ്രീകണ്ഠവർമ്മയുടെ മകളെ വിവാഹം ചെയ്യാൻ പോണത് നീയാണോ? അല്ലാന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ ബാപ്പാക്ക് വിശ്വാസം അവിടെ ഇല്ല. നീ ആ സുപ്രീം കോടതിയിലെ കേസിനായിരുന്നു പറഞ്ഞു കൊടുത്തേ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ആണോ അല്ലയോ? അതെ. സുലൈമാനെ, സുലൈമാൻ നമ്പൂതിരി, സ്വയംവരയാഗം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. ചത്തോ? കാവലിന് ഞാനും വേണമെന്ന് പറഞ്ഞ വലിയ കഷ്ട. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്നാ? കൊല്ലങ്കോട് കൊട്ടാരത്തിന്ന് 6-ാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലത്രേ. ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല. ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ. 6-ാം തമ്പുരാനെ ആശുപത്രിയിൽ 6-ാം വാർഡിൽ കൊണ്ടാക്ക്. വരുമ്പോ ഒരു താളുണ്ടായിരുന്നല്ലോ. വരട്ടെ. സത്യമാണോ? അല്ല, അവൻ പറയുന്ന നുണയാണ്. നുണയല്ല, സത്യമാണ്. പച്ചവെള്ളം പോലെ സത്യമാണ്. മറുപടി ഇവൻ പറയട്ടെ. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവൻ ശുദ്ധ ബ്രാഹ്മണനാണെന്ന്. പൂന്നൂല്. നുണ, ശുദ്ധ നുണ. ഇവൻ ഇസ്ലാമാണ്. തമ്പുരാന്റെ ശത്രു അബ്ദുൾ റഹ്മാന്റെ മകൻ സുലൈമാൻ. ഇയാള് പറയുന്നത് വിശ്വസിക്കരുത്. പഴയ വൈരാഗ്യം കൊണ്ട് പറയണതാ. ഈ നിൽക്കണ ഉണ്ണികൃഷ്ണൻ എന്ന സുലൈമാൻ അയാളുടെ മകനല്ലെന്ന് അബ്ദുൾ റഹ്മാൻ പറയട്ടെ. അല്ല. അല്ലേ? കാത്തിരിക്കണ്. നമ്മുടെ രക്തം തിളക്കാണ്. ആരാണ്ടാ നമ്മുടെ സുലൈമാന്റെ ഭാഗത്ത് കൈ വെച്ചത്? ആ തമ്പുരാക്കന്മാര് ഓന്റെ മയ്യത്തെ നമ്മളെടുക്കും. ഈ രാത്രി കൊണ്ട് ആ കൊട്ടാരം പൊളിച്ചു മാറ്റി അവിടുത്തെ തമ്പുരാക്കന്മാരെ മുഴുവൻ വെട്ടി തുറക്കണം. നാളെ പുലർച്ചയ്ക്ക് മുമ്പ് തീരണം. നമ്മുടെ ആളുകളെ വേണ്ട, ഇതൊരു വർഗീയ ലഹളയാക്കി മാറ്റണ്ട. മോനെ, കൊച്ചപ്പയ്ക്ക് വേറെ ഒരു പണിയില്ലേ? നിങ്ങൾ എന്റെ ബാപ്പയുടെ ആളുകളാ. അതുപോലെ അവരെന്റെ അമ്മയുടെ ആളുകളും. പരസ്പരം പടവെട്ടിച്ചാകാൻ ഞാൻ സമ്മതിക്കില്ല.